നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കൂറ്റൻ ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടംപററി ഡിസൈനും അതുപോലെ തന്നെ എ ഫ്രെയിമും അതുപോലെ തന്നെ നമുക്ക് 3D എലിവേഷനും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു മനോഹരമായ കൂറ്റൻ വീടാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 9 സെന്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ ഇത്രയും വലിയൊരു വീട് നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത് സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം മാറി നമുക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തിരുമലയ്ക്ക് സമീപം കുണ്ടമൻ കടവ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഒരു വീട് നമുക്ക് വരുന്നത്. ഇതിന് നമുക്ക് എലിവേഷനിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഗ്ലാഡിംഗ് ടൈൽസും 3D എലിവേഷനും ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് കൊടുത്താണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. മെയിൻ കുണ്ടമൻ കടവ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വെറും 100 മീറ്റർ മാത്രം മാറിയാണ് വരുന്നത്. നമുക്ക് അവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളും തന്നെ നമുക്ക് വരുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രം മാറി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീടിനകത്ത് ഫ്രണ്ടിൽ എത്താൻ പറ്റും. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻ്റർലോക്കും കാര്യങ്ങളും വന്നിട്ടുള്ള നല്ല മനോഹരമായ ഒരു ഫ്രണ്ട് നമുക്ക് ഏരിയ വന്നിട്ടുണ്ട്. ലോറി സൈറ്റ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കരഭൂമി തന്നെയാണ് നമുക്ക് വരുന്നത്. വാസ്തുപ്രകാരമുള്ള കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിംഗ് ഗേറ്റും നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഒരു എൻട്രൻസ് കവറായിട്ടുള്ളതും. ഇത്രയും നല്ല വിശാലമേറിയ ഒരു എൻട്രൻസും നൽകിക്കൊണ്ട് തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. അപ്പം എത്ര വലിയ ഒരു SUV കോമ്പാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വീടിനകത്തോട്ട് തന്നെ ഒരു ലോറി കാര്യങ്ങളും നമുക്ക് കയറണമെന്നുണ്ടെങ്കിലും നല്ല വീതിയുള്ള ഒരു എൻട്രൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫ്രണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 5-6 കാർ വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു 5-6 വണ്ടികൾ തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് നിർത്താൻ പറ്റുന്ന ഒരു ഏരിയ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് നമുക്കിവിടെ വരുന്നത്. സൈഡിലായിട്ട് നമുക്ക് വീടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. കിണറിൻ്റെ പ്ലേസ്മെൻറ്റ് ഈ ഒരു ഭാഗത്താണ് ചെയ്തേക്കുന്നത്. ഓപ്പോസിറ്റായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കോർണറിൽ നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഏരിയ ഫുള്ള് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. വീട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആൾ താമസമുള്ള ഏരിയയും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കാർ പാർക്കിങ്ങിന് നല്ല വിശാലമേറിയ ഒരു കാർ പാർക്കിംഗ് തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് ബാക്കിൽ നമുക്ക് ഗ്ലാഡിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാർ പാർക്കിൻ്റെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. എക്സ്റ്റൻഷനും കാര്യങ്ങളും ഉൾപ്പെടെ വരുന്ന ഒരു കാർ പാർക്കിംഗ് ആണ് നമുക്കിവിടെ വരുന്നത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് സിറ്റൗട്ട് നമുക്ക് വന്നിട്ടുള്ളത്. വാസ്തുപ്രകാരമുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ടും നമുക്ക് ആ ഒരു ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. 2 സ്റ്റെപ്പ് ഉൾപ്പെടെ നമുക്ക് എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗ്രാനൈറ്റും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം കാര്യങ്ങൾ തന്നെ ഈ ഒരു സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വുഡ് വർക്കും തേക്കൻ തടിയും അതുപോലെ തന്നെ പ്ലാവിൻ തടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന എല്ലാം നമുക്ക് ഗ്ലാഡിംഗ് ടൈൽസ് വരുന്ന നമുക്ക് ടൈലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ 2 ബീമിലും നമുക്ക് ഗ്ലാഡിംഗ് ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്താണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആയിക്കോട്ടെ, ഡൈനിങ് ഏരിയ ആയിക്കോട്ടെ, നമുക്ക് ബെഡ്റൂം സൈസ് ആയിക്കോട്ടെ, കിച്ചൺ ആയിക്കോട്ടെ, നമുക്ക് എല്ലാം നല്ല വലിയ സൈസിലുള്ള സ്പേസും കാര്യങ്ങളും തന്നുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമുക്കൊരു ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ്, മാറ്റ് ഫിനിഷ് വരുന്ന കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ, അത് നല്ല ലെങ്തി വൈസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇട്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളും ചെയ്ത് ടോപ്പ് എൻഡ് വരെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്ക് ഉൾപ്പെടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. കർട്ടൺ ബ്ലെൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് നമുക്ക്
നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാനൽ വർക്കും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ഏരിയ ആണ്. ഫുള്ളി നമുക്ക് എത്ര വലിയ ടി വി ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് ഏരിയ കവറപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്കൊരു ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എൽ ഷേപ്പിലെ ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടും. ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് വർക്കാണ് വന്നത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. സീലിംഗ് ഫാനും കാര്യങ്ങളെല്ലാം തന്നെ ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് ഓൾറെഡി നമുക്ക് ഇട്ടിട്ടുണ്ട്. 16x18 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു പാർട്ടീഷൻ പോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു ടി വി യൂണിറ്റ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പാർട്ടീഷൻ ലെവലാണ് വന്നേക്കുന്നത്. നല്ല മനോഹരമായ ഒരു രീതിയിൽ തന്നെയാണ് ആ പാർട്ടീഷൻ്റെ കംപ്ലീഷൻ വന്നിട്ടുള്ളതും. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പാർട്ടീഷൻ ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഈ കാണുന്നത്. 18x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം ടൈൽസിലുള്ള ടൈല് കാര്യങ്ങളാണ് നമുക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് ലിവിങ് ഏരിയയിൽ ഏതാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്കിവിടെ ഫുൾ വീട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്കാണ്. ഈ ഒരു മെത്തേഡിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൂടുതലായിട്ടും യൂസ് ആക്കിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയ കൊണ്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഈ കാണുന്നത്. നല്ല ജാഗൂറിന് നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിങ് താഴെ തന്നെ നമുക്ക് ഫ്ലോട്ടിംഗ് മോഡലിലുള്ള ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളാണ് നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതും. ഇവിടെ ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് പോലെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് പാനലും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കൂടെ കിടക്കുന്ന കിച്ചണിലോട്ടൊന്ന് പോവാം. അപ്പോൾ കിച്ചണിലോട്ട് പോകുന്നതിന് ആ ഒരു എൻട്രൻസും കാര്യങ്ങളും തന്നെ ഈ ഒരു മോഡൽ എൻട്രൻസും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല ഒരു പാർട്ടീഷൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളതും. കർട്ടനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് കിച്ചണിലോട്ടാണ് നമ്മൾ പോകുന്നതും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഈ വീട്ടിലെ വിശാലമേറിയ കിച്ചൺ പ്ലസ് നമുക്ക് വർക്ക് ഏരിയ ഉൾപ്പെടെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷൻ വരുന്ന സ്പേസും കാര്യങ്ങളും കിച്ചണിന് മാത്രം തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കളർ തീം ഉൾപ്പെടെ നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളർ തീമും കാര്യങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വർക്കെല്ലാം നല്ല ക്വാളിറ്റി പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിച്ചണിൽ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ ഈ ഒരു മോഡൽ ഫോൾ സീലിംഗ് ആണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് കിച്ചണിലും നമുക്ക് വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ വർക്ക് ഏരിയയിലോട്ട് പോകാം. വർക്ക് ഏരിയയും അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കിച്ചണിൽ എങ്ങനെയാണോ പണി ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. സൺഫ്ലെയിമിൻ്റെ ഒരു ചിമ്മിനി ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. 12x8 ഡയമെൻഷനാണ് നമുക്ക് ഒരു വർക്ക് ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളതും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നല്ല മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചൺ ഈ ഒരു ഭാഗത്ത് പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കിച്ചണും നമുക്ക് വർക്ക് ഏരിയയും ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിന് 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമിൽ ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. വി ഗാർഡിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീട്ടിൽ വരുന്നത്. 3 ഫേസ് ഇലക്ട്രിസിറ്റി നമുക്കിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസും കാര്യങ്ങളും തന്നെയാണ് തന്നിട്ടുള്ളത്. 20x18 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുമുണ്ട്. ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിംഗ് മോഡൽ വരുന്ന വാൾ റൂപ്സും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും പാനൽ വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിനെ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല പ്രീമിയം രീതിയിലായിട്ടുള്ള ഒരു വർക്കും കാര്യം തന്നെയാണ് ഈ ബാത്റൂം ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടും കൂടെ തന്നെയാണ് വീട് ചെയ്തേക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വീടിനുണ്ട്. ജാഗോറിൻ്റെ
പ്രോഡക്ട്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. മോൾ ടോപ്പ് വരെ നമുക്ക് പ്രീമിയമുള്ള ടൈൽസും കാര്യങ്ങളും സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിൽ നമുക്ക് ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂം പോലെ തന്നെയാണ്, നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 20x18 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഹെഡ് സ്പേസ് വരുന്നിടത്ത് പാനൽ വർക്കും കാര്യങ്ങളും ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ്. ഈ കാണുന്നത് നമുക്ക് ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈൻ വരുന്ന ഒരു വാൾഡ്രോബ്സ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. ജാഗോറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയർസ് ആണ് ഈ കാണുന്നത്. നല്ല വീതിയുള്ള വിശാലമേറിയ സ്റ്റെയർസ്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ഹാൻഡിൽസും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്ലെയിൻ ഗ്ലാസും കാര്യങ്ങളും ചെയ്ത് ടെമ്പേർഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ഹൈറ്റും കാര്യങ്ങളും നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. സ്റ്റെയർ വഴി നമുക്ക് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും സൈഡിലായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു സംഭവമാണ്. ടോപ്പ് എൻഡ് വരെ നമുക്ക് പ്രീമിയം രീതിയിലുള്ള പെയിന്റിങ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റെയർ വരെ നമ്മൾ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, ഒരു മെയിൻ ബാൽക്കണി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ലെങ്തി മോഡലായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കൂടെയാണ്. 30x15 ഡയമെൻഷൻ വരുന്ന ലെങ്തി ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. നല്ല മനോഹരമായ ഒരു ഫോൾ സീലിംഗ് വർക്ക് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ കൂടെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കോർണറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഫോൾ സീലിംഗ് വർക്ക് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നല്ല ഒരു ചെറിയൊരു ഓപ്പൺ സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ലിവിങ് ഏരിയയിൽ നിന്ന് കാണപ്പെടുന്ന ഒരു ഓപ്പൺ സ്പേസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. നമുക്ക് ടൈൽസും കാര്യങ്ങളെല്ലാം താഴെ നമുക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, കവർ ചെയ്തെടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ ലിവിങ് ഏരിയയുടെ ഒരു ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ബാർ കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി നമുക്കിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൗണ്ടർ ടോപ്പർ ഉൾപ്പെടെ നമുക്ക് നല്ല മനോഹരമാക്കി ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്കാണ്. ബാക്ക് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളി 3D എലിവേഷൻ ഉൾപ്പെടെ നമുക്ക് വരുന്ന പാനൽ വർക്കോട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 2 ബെഡ്റൂം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. നല്ല വിശാലമേറിയ ഒരു റൂമും കാര്യങ്ങളും തന്നെയാണ്. 20x18 ഡയമെൻഷനാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ രീതിയിലുള്ള ഫോൾ സീലിംഗ് വരും. നമുക്ക് ഫുൾ ടെക്സ്ചർ വർക്ക് വരുന്ന ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. ഫുള്ളി നമുക്ക് ഈ ഒരു ഭാഗത്തും നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിംഗ് മോഡൽ വരുന്ന ഒരു വാൾ റൂംസ് നമുക്കിവിടെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ വന്നിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ സ്പേസ് നമുക്ക് പാർട്ടീഷൻ ചെയ്താണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ഏരിയ തന്നെയാണ്. വെസ്റ്റേൺ രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഗ്ലാസ് ഡോർ ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാബിനും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഈ കാണുന്നത്. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് നമുക്ക് വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 18x20 ഡയമെൻഷൻ വരുന്ന ഒരു ബെഡ്റൂം സൈസ് ഇവിടെയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റൂം സൈസ് എല്ലാം നമുക്ക് ഒരേപോലെ തന്നെ വലിയ വിശാലമേറിയ റൂം സൈസാണ് വന്നിട്ടുള്ളത്. കർട്ടൻ ബ്ലിൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഇവിടെ നമുക്കും ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ
സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഫ്ലോട്ടിംഗ് മോഡലിലുള്ള ഒരു വാൾ റൂപ്സ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ റൂപ്സും കാര്യങ്ങളും ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നതാണ് വീടിൻ്റെ ഈ ഒരു റൂമിലെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ജാഗോർ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽസും അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരു നല്ല ഓപ്പൺ ഏരിയ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു നല്ല മനോഹരമായ ഒരു സിറ്റിംഗ് ഏരിയ, ഓപ്പൺ ആയിട്ടുള്ള സിറ്റിംഗ് ഏരിയ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് നല്ല ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ഓപ്പൺ രീതിയിലുള്ളൊരു ഏരിയ ആണ് നമുക്ക് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനും ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഏരിയ ആണ്. ഒരു സൈഡിൽ നിന്നൊരു വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഒരു ഓപ്പൺ രീതിയിലുള്ള കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായൊരു വീടാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. 9 സെൻറ്റ് സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട്. അതും ഡൈനിങ് ഹാളായാലും നമുക്ക് ലിവിങ് ഏരിയ ആയാലും ഡബിൾ ഹൈറ്റ് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിത് ഇന്ന് ഇത്രയും നേരം നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,70,00,000 1,70,00,000 ആണ്. നമുക്കിത് വെറും ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ വീട് പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലോൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഒരു 80% നമുക്ക് നാഷണലിസ്റ്റ് ബാങ്ക്സിൽ നിന്നൊക്കെ ലോൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ലോൺ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നമുക്ക് ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.